ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാം. ഇതിന് വേണ്ടി നമ്മൾ ഐപ്പിന്നാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഐപ്പിന് ചിലതൊക്കെ വളഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് വെച്ചിട്ട് പ്ലെയർ വെച്ചിട്ട് പ്ലെയർ പിടിക്കാനൊക്കെ എല്ലാവരും പഠിച്ചോ? പിന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനലിൻ്റെ അടിയിൽ കമൻറ്റ് ഇടാൻ മറക്കരുത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് മറ്റുള്ളവരും ഇൻസ്പയർ ആയിട്ട് വരിക. അപ്പോൾ നിങ്ങൾ അതിൽ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ കമൻറ്റ് ഇടണേ. അപ്പോൾ നമ്മൾ ഈ ഒരു ഐപ്പിനിലേക്ക് ഒരു ബീഡ്സ് ഇട്ടെടുക്കും. ഒരു ബീഡ്സ് വെച്ചും ചെയ്യാം, നമുക്ക് 2 ബീഡ്സ് ആണെങ്കിലും ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഡേ പഠിച്ച ഒരു മെത്തേഡാണിത്. ഒരു പിന്ന് വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് ലൂപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ബീഡ്സ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള എഡ്ജ് കട്ട് ചെയ്ത് കളയാം. ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളയാം. നമുക്ക് പ്ലെയർ വെച്ചിട്ട് ജസ്റ്റ് അതുപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ കുറച്ചധികം ഉണ്ടാക്കാം. അപ്പം അത് ലോക്ക് ചെയ്തിട്ടില്ല, നമുക്കിത് കണക്ട് ചെയ്ത് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറച്ചെണ്ണം ഉണ്ടാക്കിയെടുക്കാം. ബീഡ്സ് ഇട്ടതിന് ശേഷം കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവ് കിട്ടും. ഇനി എല്ലാം നിങ്ങൾക്ക് ഒരേപോലെ കട്ട് ചെയ്തിട്ട് ശേഷം ബീഡ്സ് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ എല്ലാ ഐപ്പിനും കട്ട് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇത് അത്രയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 2 ബീഡ്സ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നും ലോക്ക് ചെയ്തിട്ടില്ല കേട്ടോ. നമുക്കിത് കണക്ട് ചെയ്തിട്ട് എത്ര ലെങ്ത് ഉണ്ട് നോക്കിയതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾ അപ്പോൾ ആരെങ്കിലും ഓർഡറൊക്കെ തന്നിട്ട് നിങ്ങൾക്ക് അളവ് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണക്ട് ചെയ്ത് വെച്ചതിന് ശേഷം എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് അളന്നതിന് ശേഷം അവിടെ നിർത്തിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിത് ലോക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ച ഉണ്ടായിരുന്ന ലൂപ്പിനുള്ളിലൂടെ ഈ ഒരു നമ്മൾ ഇപ്പോൾ ചെയ്ത ഈ ഒരു കണക്ടർ ഞാൻ ഇതുപോലെ കണക്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഉള്ളിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത അതുപോലെ തന്നെ ഉണ്ടോ. ഇപ്പോൾ ലോക്കായി. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പ്രസ് ചെയ്ത് കൊടുക്കാം. 2ഉം കൂടെ പ്രസ് ചെയ്ത് കൊടുത്താലും അവിടെ ലോക്കായി. ഇനി അടുത്തത് ചെയ്ത് കൊടുക്കാം. ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഇയറിങ്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത ഇയറിങ്സ് ഈ ഒരു ചെയിനിന് മാച്ചായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം സെറ്റായി ചെയ്ത് കൊടുക്കുമ്പോൾ. വീണ്ടും അടുത്തത് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ജംപ് റിങ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. ഒരു സെൻറ്ററിലൊരു ജംപ് റിങ് ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും അതുപോലെ ലോക്ക് ചെയ്ത് കൊടുത്താലും മതി. അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പം ജംപ് റിങ് ഇതുപോലെ എടുക്കുക. ഒരു സൈഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, മറ്റൊന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് വെച്ച് ഇങ്ങനെ കമ്മൽ ചെയ്യാം. നിങ്ങൾക്ക് ഓരോന്നും ചെയ്ത് വരുമ്പോൾ പല ഐഡിയാസ് വരും കേട്ടോ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇയറിങ്സിന് ഇങ്ങനെ ആക്കാം. അതുപോലെ തന്നെ നമുക്ക് ബ്രേസ്ലെറ്റിൽ ഇങ്ങനെ 2 മണി തൂങ്ങിക്കെടുക്കുന്ന ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയിനിൽ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പം ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്ത് ഇടാം. ഓക്കെ, പ്രസ് ചെയ്ത് കൊടുത്താൽ അങ്ങനെ കണക്ട് ചെയ്ത് വരും. അപ്പം ജംപ് വെച്ചിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് ചെയിൻ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ജംപ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും ചെയിൻ ആക്കിയെടുക്കാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ബ്രേസ്ലെറ്റിൻ്റെ ഈ ഒരു ഡിസൈൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയിനും ചെയ്യാം. ഇത് ഒറ്റ വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തില്ല, ഇത് മാത്രം വെച്ച് ചെയ്യുകയാണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരിക്കും. ചെയിനാണെങ്കിലും ബ്രേസ്ലെറ്റ് ആണെങ്കിലും. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് കണക്ട് ചെയ്ത് എടുക്കാം.
അപ്പോൾ ഇത് അത്രയും ലെങ്ത് ആയിട്ടുണ്ട് കേട്ടോ. ചെറിയ കുട്ടികൾക്കൊക്കെ ഇത്ര മതിയെങ്കിൽ നിർത്താം. അപ്പോൾ ഞാൻ എൻ്റെ മോക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കണ്ണിയും കൂടി ഇട്ടിട്ട് നിർത്തും. അപ്പോൾ ലാസ്റ്റിൽ കണ്ണിയും കൂടി ഞാൻ ഇടുകയാണ്. ജസ്റ്റ് ഇട്ടു. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഉള്ളിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഒന്നല്ല 2 പീസ് കട്ട് ചെയ്തെടുക്കാം. ഒന്നിൽ കുറച്ച് മതി, ഒരു 4 കണ്ണിയൊക്കെ മതി. ഒന്നിലൊരു 8 കള്ളി, ഒരു 1.5 ഇഞ്ചൊക്കെ മതി. ഇനി ലെങ്ത്ത് കൂടുതൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, നിങ്ങളിഷ്ടം. നമ്മൾ ഈ ജംറിങ് ഇട്ട് കൊടുക്കുകയാണ് ഇതിന്. അതുപോലെ ഒരു ഫിഷ് ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ലെങ്ത്തുള്ള പീസിൽ നമ്മൾ ജംറിങ് മാത്രം ഇട്ട് കൊടുത്തിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ലെങ്ത് ഉള്ളതിൽ ജംറിങ് മാത്രം ഇട്ട് കണക്ട് ചെയ്താൽ മതി. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു പീസ് റെഡിയായി. നമുക്കിനി ഈ സൈഡ് സെറ്റാക്കാം. നമുക്ക് ഫിഷ് ലോക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ചെറിയ പീസ് ഉണ്ടല്ലോ, 4 കൊളുത്തുള്ള, ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഫിഷ് ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്രസ്സിങ് പ്ലെയർ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ സെറ്റായി. ഇനി നമുക്കിത് ബ്രേസ്ലെറ്റിൻ്റെ ഈ ഒരു സൈഡുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ജംറിങ്ങും കൂടി വേണം. ഞാൻ ജംറിങ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ലൂപ്പിനുള്ളിലൂടെ ഇട്ട് കൊടുക്കുക. നമ്മുടെ ഫിഷ് ലോക്കിൻ്റെ ഈ ഒരറ്റം, അതായത് ഈ കണ്ണി ജസ്റ്റ് ഇതിലൂടെ ഇട്ട് കൊടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു അടിപൊളി ബ്രേസ്ലെറ്റും പഠിച്ചില്ല നമ്മൾ. ഈ ഡിസൈൻ വെച്ച് നിങ്ങൾക്ക് നെക്ലേസും ചെയ്യാൻ മനസ്സിലായല്ലോ. നെക്ലസും ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ബ്രേസ്ലെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഇവിടെ ബ്രേസ്ലെറ്റും സെറ്റായിട്ടുണ്ട്. മോക്ക് ചെയ്തായിരുന്നു, എനിക്ക് ടൈറ്റാണ്, ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ ഇതാ ഇങ്ങനെ ചെയ്യാം. ഇനി ഇതിൻ്റെ അറ്റത്ത് വേണമെങ്കിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഹെഡ് പിന്നിൽ നമ്മൾ നേരത്തെ ചെയിനിൽ ചെയ്തില്ലേ, അതേപോലെ ഒരു ലൂപ്പ് ഉണ്ടാക്കി ബീഡ്സ് ഇട്ട് കൊടുക്കാം. അറ്റത്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇന്നലെ കരിമണി ചെയ്തപ്പോൾ ഒരാളിങ്ങനെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നിങ്ങൾ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്യാം. നമ്മളൊരു ഡിസൈൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതും ചെയ്യാൻ തോന്നും. അങ്ങനെ പലതും ഐഡിയാസ് വരും. ഇത് ചിലർ വളക്കുമ്പം മൊത്തത്തിൽ വളഞ്ഞു പോകണമെങ്കിൽ ജസ്റ്റ് സെൻറ്ററിൽ ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് വലിച്ചു കൊടുത്താൽ മതിയിട്ട്. അപ്പോൾ നല്ല സ്റ്റഡി ആയി നിന്നോളും. മൊത്തത്തിൽ അങ്ങോട്ട് ചെരിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ചാൻസ് ഉണ്ട് അങ്ങനെ സംഭവിക്കാൻ. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ ക്ലാസ്സൊക്കെ അല്ലേ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയണം കേട്ടോ. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മളെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇടാൻ മറക്കരുത്.
അപ്പോൾ ഇതുപോലൊരു ഹാങ്ങിങ്ങും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം ഫോട്ടോസൊക്കെ അയക്കട്ടോ.